കേരള രാഷ്ട്രീയത്തിൽ വീണ്ടും ചൂടുപിടിപ്പിക്കുന്ന തരത്തിലുള്ള പരസ്പര ആരോപണങ്ങളാണ് മുന്നണികൾക്കിടയിൽ ഉയരുന്നത്. പ്രത്യേകിച്ച് ആർഎസ്എസ്-സിപിഎം ബന്ധത്തെ ചുറ്റിപ്പറ്റിയുള്ള വിവാദങ്ങൾ തിരഞ്ഞെടുപ്പ് കാലത്ത് കൂടുതൽ ശക്തമായി മുന്നോട്ടുവരുന്നത് പുതുമയല്ല. ഇപ്പോൾ പിണറായി വിജയനെ ലക്ഷ്യമിട്ട് ഉയർന്നിരിക്കുന്ന ആരോപണങ്ങൾക്കും അതിന് മറുപടിയായി ഉയരുന്ന രാഷ്ട്രീയ വാദങ്ങൾക്കുമിടയിലാണ് ചർച്ചകൾ കനയ്ക്കുന്നത്. സിപിഎം നേതൃത്വം സ്ഥിരമായി ഉന്നയിക്കുന്ന ഒരു വാദമാണ് കേരളത്തിൽ ആർഎസ്എസ് ശക്തികളെ പ്രതിരോധിച്ചത് തങ്ങളാണെന്നും കോൺഗ്രസിനതിൽ പങ്കില്ലെന്നും. എന്നാൽ ഈ വാദത്തെ ശക്തമായി ചോദ്യം ചെയ്യുകയാണ് കോൺഗ്രസ് നേതാക്കൾ. വി.ഡി. സതീശൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ ചരിത്രപരമായ ചില സംഭവങ്ങൾ ചൂണ്ടിക്കാട്ടി സിപിഎമ്മിന്റെ നിലപാടിൽ വൈരുദ്ധ്യമുണ്ടെന്ന് ആരോപിക്കുന്നു. 1977 തെരഞ്ഞെടുപ്പിനെ ചുറ്റിപ്പറ്റിയുള്ള വിവാദങ്ങളാണ് പ്രധാനമായും ഉയർത്തിക്കാട്ടപ്പെടുന്നത്. ആർഎസ്എസ് പിന്തുണയോടെ മത്സരിച്ചു എന്ന ആരോപണം നേരിട്ട് പിണറായി വിജയനെ ലക്ഷ്യമിടുന്നതാണ്. അതോടൊപ്പം കെ.ജി. മരാർ പോലുള്ള ആർഎസ്എസ് നേതാക്കളുമായി സിപിഎം നേതാക്കൾക്കുണ്ടായിരുന്ന ബന്ധങ്ങളെക്കുറിച്ചും പരാമർശങ്ങൾ ഉയരുന്നു. ഇത്തരം ആരോപണങ്ങൾ സിപിഎമ്മിന്റെ സങ്കീർണമായ രാഷ്ട്രീയ ചരിത്രത്തെ വീണ്ടും ചർച്ചയ്ക്ക് വിധേയമാക്കുകയാണ്. അതുപോലെ തന്നെ മുൻകാലങ്ങളിൽ സിപിഎം നേതാക്കളായ ഇ.എം.എസ്. നമ്പൂതിരിപ്പാടും ജ്യോതി ബസുവും ദേശീയ രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ ബി.ജെ.പി. നേതാക്കളുമായി വേദി പങ്കിട്ട സംഭവങ്ങളും വിമർശകർ ഉയർത്തിക്കാട്ടുന്നു. എൽ.കെ. അദ്വാനി, അടൽ ബിഹാരി വാജ്പേയി എന്നിവരുമായി ഉണ്ടായിരുന്ന രാഷ്ട്രീയ ഇടപെടലുകൾ ഇന്നത്തെ സാഹചര്യത്തിൽ വ്യത്യസ്തമായി വ്യാഖ്യാനിക്കപ്പെടുന്നു. ഇതിനൊപ്പം ആർഎസ്എസ് മുഖപത്രമായ ഓർഗനൈസർ മുൻ എഡിറ്റർ ബാലൻ ശങ്കർ നടത്തിയ വെളിപ്പെടുത്തലുകളും വീണ്ടും ചർച്ചയാകുന്നു. സിപിഎം ബി.ജെ.പി. സഖ്യമുണ്ടായിരുന്നു എന്ന അവകാശവാദം രാഷ്ട്രീയ രംഗത്ത് വലിയ വിവാദങ്ങൾക്കും വഴിതുറന്നിരുന്നു. ഈ ആരോപണങ്ങൾക്ക് വ്യക്തമായ മറുപടി നൽകണമെന്ന് കോൺഗ്രസ് ആവശ്യപ്പെടുന്നു. ഇതിലുപരി ആർഎസ്എസ് നേതാക്കളുമായി രഹസ്യ ചർച്ചകൾ നടത്തിയെന്ന ആരോപണവും ഉയരുന്നു. മധ്യസ്ഥനായി ശ്രീഎം പ്രവർത്തിച്ചു എന്ന സൂചനകളുൾപ്പെടെ വിവിധ ആരോപണങ്ങൾ രാഷ്ട്രീയ വേദികളിൽ ഉയരുന്നുണ്ട്. ഇത്തരം ആരോപണങ്ങൾ സത്യസന്ധമാണോ അതോ രാഷ്ട്രീയ പ്രചാരണത്തിന്റെ ഭാഗമാണോ എന്നത് ഇപ്പോഴും വ്യക്തമായിട്ടില്ല. കേന്ദ്രമന്ത്രിയായ നിതിൻ ഗഡ്കരിയെ സന്ദർശിച്ചതും നിർമ്മലാ സീതാരാമനുമായി കൂടിക്കാഴ്ച നടത്തിയതും അമിത്ഷായുടെ നിർദ്ദേശപ്രകാരം പദ്ധതികളിൽ ഒപ്പുവെച്ചതുമെല്ലാം സിപിഎമ്മിനെതിരെ രാഷ്ട്രീയ ആയുധങ്ങളായി ഉപയോഗിക്കപ്പെടുന്നു. എന്നാൽ ഭരണപരമായ ആവശ്യങ്ങൾക്കായുള്ള ഇടപെടലുകളാണിതെന്നാണ് സിപിഎം വാദം. കോൺഗ്രസ് ഉന്നയിക്കുന്ന മറ്റൊരു ഗുരുതര ആരോപണം ചില കേസുകളിൽ കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം ഒഴിവാക്കാൻ രാഷ്ട്രീയ ഇടപെടലുകൾ നടന്നുവെന്നാണ്. കൊടകര കുഴൽപ്പണക്കേസ് പോലുള്ള വിഷയങ്ങളും വീണ്ടും ഉയർത്തിക്കാട്ടപ്പെടുന്നു. ഇതെല്ലാം ചേർന്നാണ് കോൺഗ്രസ് സിപിഎമ്മിനെ രാഷ്ട്രീയ അവസരവാദം ആരോപിക്കുന്നത്. എന്നാൽ സിപിഎം ഈ ആരോപണങ്ങളെ മുഴുവൻ തള്ളിക്കളയുകയാണ്. ആർഎസ്എസ് എന്ന ആശയത്തിനെതിരെ നിരന്തരമായ രാഷ്ട്രീയ പോരാട്ടമാണ് തങ്ങൾ നടത്തിയതെന്നും ചരിത്രത്തെ തെറ്റായി വ്യാഖ്യാനിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്നും സിപിഎം നേതാക്കൾ വ്യക്തമാക്കുന്നു. കോൺഗ്രസ് തന്നെയാണ് പല ഘട്ടങ്ങളിലും ബി.ജെ.പിയുമായി ധാരണയിലെത്തിയതെന്ന തിരിച്ചടിയും അവരുന്നയിക്കുന്നു. ഇത്തരത്തിലുള്ള ആരോപണ പ്രതിയോഗങ്ങൾ കേരള രാഷ്ട്രീയത്തിൽ പുതുമയുള്ളതല്ല. എന്നാൽ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ ഇത് കൂടുതൽ ശക്തമായി ഉയരുന്നതാണ് ശ്രദ്ധേയമായത്. ഓരോ മുന്നണിയും തങ്ങളുടെ നിലപാടുകൾ ശക്തിപ്പെടുത്താനും എതിരാളികളെ പ്രതിരോധിക്കാനുമുള്ള ശ്രമത്തിലാണ്. അവസാനം ഈ ആരോപണങ്ങളുടെ സത്യാവസ്ഥ എന്താണെന്ന് തീരുമാനിക്കുന്നത് വോട്ടർമാരാണ്. ചരിത്രം, രാഷ്ട്രീയ സന്ധികൾ, ആശയപരമായ നിലപാടുകൾ ഇവയെല്ലാം വിലയിരുത്തി ജനങ്ങൾ എടുക്കുന്ന തീരുമാനം തന്നെയാകും അന്തിമമായ വിധി. രാഷ്ട്രീയ വേദികളിലെ വാക്കുതർക്കങ്ങൾ എത്ര ശക്തമായാലും ജനങ്ങളുടെ വിധിയിലാണ് അന്തിമ ഉത്തരമെന്നത് അനിവാര്യ സത്യമാണ്.